ഗുഡ് മോർണിംഗ്. അങ്ങനെ കുറേ നാളായിട്ട് ഞാനിങ്ങനെ കാത്ത് നോക്കിയിരുന്നിരുന്ന ഒരു കായക്കൊല ഇതാ ഇന്ന് പാകമായി. ഇതിലെ കണ്ടു മഞ്ഞ നിറം. ഇതിലെ ഒന്ന് രണ്ട് പഴങ്ങൾ പഴുത്തപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത്. ഞാനിങ്ങനെ എല്ലാ ദിവസവും ഇത് നോക്കാറുണ്ട്. ആയോ ഇത് ഏത് മാസത്തിലാണ് ഇതിന് കായക്കൊല വന്നതെന്നുള്ള കാര്യം ഞാൻ മറന്നുപോയി. അല്ലെങ്കിൽ ഏതാണ്ട് ഒരു 3 മാസമൊക്കെ കഴിയുമ്പോൾ മൂപ്പെത്തി കഴിഞ്ഞിട്ടുണ്ടാവും എന്നുള്ളൊരു ധാരണ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇപ്രാവശ്യം ഇത് എന്താ കാഴ്ചയെന്നുള്ള കാര്യം മറന്നു പോയതുകൊണ്ട് ഞാനിങ്ങനെ എപ്പോഴും നോക്കും. അപ്പോൾ ദാ ഇത് നല്ല മൂപ്പായിട്ടുണ്ട്, കായ പഴുത്ത് തുടങ്ങിയിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വീട്ടിൽ ഉണ്ടാകുന്ന ഇങ്ങനെയുള്ള ഇതിപ്പോൾ ഒരു റോബസ്റ്റിൻ്റെ ഒരു കന്നാണ് കേട്ടോ. ഞാൻ മുൻപൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടിഷ്യൂ കൾച്ചർ റോബസ്റ്റിൻ്റെ തൈ. അത് കിട്ടിയിട്ട് അതിൽ നിന്ന് ആദ്യം ഞാൻ അങ്ങനെ ഒരു തൈ കുഴിച്ചിട്ടു. പിന്നീട് അതിൽ നിന്നും കന്ന് പൊട്ടി ഓരോ പ്രാവശ്യവും വിളവെടുക്കുമ്പോഴേക്കും അടുത്ത പ്രാവശ്യത്തേക്കുള്ള കന്നുകൾ പൊട്ടി വലുതായിട്ടുണ്ടാവും. ഞാനത് നിന്നിടത്ത് നിന്ന് അതൊന്ന് മാറ്റി പറിച്ച് നട്ട് ഇതൊക്കെ ആക്കുകയാണെങ്കിലും കുറേയും കൂടി നല്ല രീതിയിൽ നമുക്ക് വലിയ കായക്കൊലകളൊക്കെ കിട്ടും. പക്ഷേ അതിനുള്ള സമയമില്ലാത്തത് കൊണ്ടും അത് പറിച്ച് നടുക എന്നുള്ളതൊക്കെ നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമായതുകൊണ്ടും ഞാൻ വിചാരിക്കും നിന്നിടത്ത് തന്നെ നിൽക്കട്ടെ, ഉണ്ടാവുന്ന പോലെ നമുക്ക് കിട്ടിയാൽ മതി എന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പോൾ ഈ കായക്കൊല വെട്ടാനായിട്ട് നല്ല ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാനിവിടെ ഹസ്ബൻഡിൻ്റെ ചേട്ടൻ്റെ സഹായം ചോദിച്ചിട്ടാണ് എല്ലാ പ്രാവശ്യവും ഈ കായക്കൊല വന്നു കഴിഞ്ഞാൽ അത് പിടിച്ച് കെട്ടാനും അതുപോലെ ഈ കായക്കൊല വെട്ടാനും ഒക്കെ ആളുടെ സഹായത്തോടു കൂടിയാണ് ചെയ്യാറ്. കാരണം ഇത് വലിയൊരു കായക്കൊല ആയതുകൊണ്ട് നമുക്ക് താങ്ങാൻ പറ്റില്ല. അപ്പോൾ അത് നമ്മൾ പിടിക്കുമ്പോഴേക്കും അങ്ങോട്ട് കുത്തിപ്പോവും. അപ്പോൾ അതാ ഞങ്ങൾ വെട്ടി അതിൽ പല പടലകളൊക്കെ പഴുത്തപ്പോൾ ഇട്ട ഫോട്ടോയാണ് കേട്ടത്. അപ്പോൾ എന്തായാലും ഭയങ്കര സന്തോഷം. കുറേ പടലകൾ ഞങ്ങൾ ബന്ധുക്കൾക്ക് കൊടുക്കാനായിട്ട് ഇങ്ങനെ ഉരിഞ്ഞു വെച്ചതാണ്. ബാക്കി അത് കായക്കൊലമ നിൽക്കുന്നുണ്ട്. ബാക്കി ഞങ്ങൾ പഴുക്കുമ്പോൾ ഞങ്ങൾ വീട്ടിൽ ഉപയോഗിക്കും. അപ്പോൾ എന്തായാലും മഞ്ഞ നിറമുള്ള കായക്കൊലയാണ് കേട്ടോ. അപ്പോൾ ശരി, ഓക്കെ, ബായ്.